മലയാള സിനിമയുടെ ഈ വർഷത്തെ ലക്കി മന്ത് അഥവാ ഭാഗ്യമാസമാണ് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ അത് 100% ശരിയാണെന്ന് പ്രേക്ഷകർ പറയും. അതുപോലെയാണ് തുടരെ തുടരെ 3 ഹിറ്റുകൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഈ മാസം എത്തിയത്. അന്വേഷിപ്പൻ കണ്ടെത്തും, പ്രേമലു, ഭ്രമയുഗം. മൂന്നും ഒന്നിനൊന്ന് മെച്ചം. എല്ലാം വ്യത്യസ്ത ജോണറുകൾ. ഒരു വശത്ത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെങ്കിൽ മറുവശത്ത് റൊമാൻറ്റിക് കോമഡിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രവുമാണ്. ഒരേ സമയം ചിരിക്കാം, ഭയപ്പെടാം, ആകാംക്ഷയുടെ മുൾമുനയിലും ഇരിക്കാം. ഇതിൽ പരം എന്താണ് ആവശ്യമല്ലേ? മനസ്സ് നിറഞ്ഞ അനുഭൂതിയാണ് ഞാനടങ്ങുന്ന പ്രേക്ഷകർക്ക് ഇപ്പോഴുള്ളത്. ടൊവിനോ തോമസ് നായകനായി എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന സിനിമയാണ് ഫെബ്രുവരിയിൽ ആദ്യം തിയേറ്ററുകളിലെത്തിയത്. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ മേക്കിങ്ങും കഥ പറച്ചിലുമാണ് അന്വേഷിപ്പൻ കണ്ടെത്തുമെന്ന ചിത്രത്തെ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ കാരണമായത്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും വ്യത്യസ്ത കഥകളായതുകൊണ്ട് തന്നെ 2.5 മണിക്കൂർ പ്രേക്ഷകനെ എൻഗേജിംഗ് ആക്കാൻ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. ഒപ്പം ടൊവിനോ തോമസ് എന്ന നടന്റെ അഭിനയ മികവും ചിത്രത്തെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റി. ഇവയെല്ലാം കൂടിച്ചേർന്നപ്പോൾ ബോക്സ് ഓഫീസിൽ ചിത്രം സൂപ്പർ ഹിറ്റ് ആകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പം വെറും ഒരു മിസ്സിംഗ് കേസല്ല. ആ ഭാഗത്തുള്ള ആളൊഴിഞ്ഞ എല്ലാ പറമ്പുകളും ഉപയോഗിക്കാതെ കിടക്കുന്ന കുളങ്ങളും കിണറുകളും ഒക്കെ അരിച്ചു വർക്കണം. രണ്ടാമതായി നസ്ലിനും മമിത ബൈജുവും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ റൊമാൻറ്റിക് കോമഡി എന്റർടൈനർ പ്രേമലു. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ആർമാദിച്ച് ചിരിച്ചു കണ്ട മറ്റൊരു സിനിമയുണ്ടായിരിക്കില്ല. 2.5 മണിക്കൂറിനിടയിൽ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നതാണ് ചിത്രത്തിന്റെ മെയിൻ ഹൈലൈറ്റ്. ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ പ്രണയകഥ പറയുന്ന ചിത്രം കൊച്ചു കൊച്ചു കോമഡികളിലൂടെയും പിണക്കങ്ങളിലൂടെയുമാണ് മുന്നോട്ട് പോയത്. കംപ്ലീറ്റ് യൂത്ത് ബേസ്ഡ് മൂവിയാണെങ്കിലും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകനെയും പിടിച്ചിരുത്താൻ ചിത്രത്തിന് സാധിച്ചിരുന്നു. അതിനുള്ള തെളിവാണ് ഇപ്പോഴും ചിത്രം ഹൗസ്ഫുൾ ആയി പ്രദർശനം തുടരുന്നത്. റിലീസിനെത്തി 13 ദിവസം പിന്നിട്ടിട്ടും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ ബാക്കി പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ? ഇനി നടക്കപ്പോറത് യുദ്ധം. മൂന്നാമതായി മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽ ട്രീറ്റ് ഭ്രമയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എലമെന്റിലൂടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെയും അതിഗംഭീര ഷോട്ടുകളിലൂടെയും പ്രേക്ഷകനെ ഭ്രമിപ്പിച്ച ചിത്രം. സത്യത്തിൽ അതാണ് രാഹുൽ സദാശിവന്റെ ഭ്രമയുഗം. തുടക്കത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എലമെന്റ് വിജയിക്കില്ലെന്ന് പറഞ്ഞവർ പോലും ചിത്രം കണ്ടതിനു ശേഷം ഒറ്റ വാക്കിൽ പറഞ്ഞു പ്രതീക്ഷയ്ക്കപ്പുറമെന്ന്. ഒരു ഹൊറർ ചിത്രമല്ലായിരുന്നിട്ട് പോലും മേക്കിങ്ങിലൂടെ പ്രേക്ഷകനെ ഭയപ്പെടുത്താൻ ഭ്രമയുഗത്തിന് സാധിച്ചിരുന്നു. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഈ പറഞ്ഞ 3 സിനിമകളും കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലും അങ്ങ് വിദേശത്ത് പോലും തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ 2.5 മണിക്കൂർ എൻഗേജിംഗ് ആയ അല്ലെങ്കിൽ എന്റർടൈനിങ് ആയ സിനിമകളാണെങ്കിൽ പ്രേക്ഷകർ കാണുമെന്നർത്ഥം. എന്തായാലും ഇത്തവണ എല്ലാ കണക്കുകൂട്ടലുകളും മാറ്റിമറിച്ചുകൊണ്ടാണ് ഫെബ്രുവരി മാസം തലയുയർത്തി നിൽക്കുന്നത്. 22-ന് മഞ്ഞുമൽ ബോയ്സും കൂടി എത്തുന്നതോടെ കഥ മാറി മറയാൻ പോവുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.